ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏവ ടേസ്റ്റ് ബഡ്സ്. ഇന്ന് നമുക്ക് ഒരു ഫ്ലഫി ഓംലേറ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മുട്ട, ബട്ടർ, ക്രഷ് ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. ആദ്യം തന്നെ നമുക്ക് ഈ കാണുന്ന 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് രണ്ടിലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന അതേ കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വെള്ളത്തിന് പകരം പാൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്രീമി ഫ്ലഫി ടെക്സ്ചർ ആയിരിക്കണം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇനി ഒരു പാൻ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിനു ശേഷം നമുക്കതിന് ആവശ്യമുള്ള ബട്ടർ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത്. മുട്ടയുടെ മഞ്ഞ ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഏകദേശം കുക്കായിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിലായി കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളക് പൊടിയും നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ സ്പൈസി ആക്കാം. മുട്ടയുടെ മഞ്ഞ നേരത്തെ നമ്മൾ കുക്ക് ചെയ്തല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ലെയർ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി സ്പൈസി ആയി കിട്ടും. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുട്ടയുടെ വെള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഞാൻ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്ത് കാണിച്ചു തരാം അതെന്തോരം സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബണ്ണിൻ്റെ ഒപ്പം സ്ലൈസിനുള്ളിൽ വെച്ച് കഴിക്കാം, അതുപോലെ സോസ് കൂട്ടി നോർമലായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് എന്നെ എഴുതി അറിയിക്കുക.